ഞാനിന്നൊരു സ്പെഷ്യൽ കറി വയ്ക്കാൻ പോണേ. ഏട്ടമീൻ, ഇത് പച്ച ഏട്ടേനായിട്ടാണ്. ഉണക്കേട്ടയിൽ പച്ചക്കറികളൊക്കെ ഇട്ട് ഞങ്ങൾ വെക്കാറുണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ ഇന്ന് പച്ച ഏട്ടമീനിൽ മുരിങ്ങക്കായും മാങ്ങയും തക്കാളി ഇട്ടിട്ട് ഒരു കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയും ഈ ഒരു തക്കാളി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു, കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം 1 ടീസ്പൂണും, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ 1 ടീസ്പൂണും, ഇനി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ട് കുറച്ച് വെന്തയും കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക്, ഇനി അരച്ചതൊന്ന് ഒഴിച്ച് കൊടുക്കാം. എല്ലാം നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അരച്ചത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നല്ലപോലെ ഇതൊന്ന് നല്ല വതങ്ങി പച്ചമണമൊക്കെ ഒന്ന് പോയ ശേഷം മുരിങ്ങക്കായും മാങ്ങ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. മൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ. നല്ലപോലെ വെള്ളം തെറിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പുളിയൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് കേട്ടോ. മിക്സി ജാറിൽ തന്നെ അരച്ചതിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ച് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പച്ച മണമൊക്കെ പോയി ഒന്ന് സെറ്റാക്കി ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. കുറച്ച് പഴുത്ത പോലത്തെ ആണ്, ഒരു ചെറിയ മഞ്ഞ കളറായിട്ട് നല്ല പഴുത്തിട്ടില്ല, അതും ഒരു പച്ചമാങ്ങ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കാം. 4 മുളകിടാൻ മറന്നേ, ഇപ്പോഴിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കട്ടെ. ഇതിൽ മീനിട്ട് കൊടുക്കുക. പിന്നെ മീനിട്ട് കൊടുക്കുക. പച്ചയായിട്ട മീനാണ്. ഞങ്ങൾ ഉണക്കാട്ടയിൽ വഴുതിരിങ്ങ, വാഴയ്ക്ക, മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കും. ഇത് പച്ചയാണ് കേട്ടോ. പച്ചയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മുരിങ്ങക്കായും മാങ്ങയിട്ട് വെച്ച് നോക്കണത്. ഉണക്കിയിലാണ് ഇതൊക്കെ ഇടും. മുരിങ്ങക്കായ ഇടില്ല, മാങ്ങ, വഴുതിരിങ്ങ, വാഴയ്ക്ക ഇടും. പിന്നെ പച്ചയിൽ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കിയതാണ് കേട്ടോ. ആദ്യമായിട്ട് വയ്ക്കണേ. ഇപ്പം ഭയങ്കര സ്മെല്ലും പച്ച. അപ്പം നല്ലപോലെ വൃത്തി കഴുകിയിട്ടുണ്ടെങ്കിൽ ഇത് കറി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. ആദ്യമായിട്ട് വയ്ക്കുന്നത് കൊണ്ട്. ഉണക്കിയിൽ കഴിച്ചിട്ടുണ്ട്, പച്ചയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റട്ടെ, ഒന്ന് മൂടിയിടാം. പച്ചയായിട്ടിൻ്റെ തുണ്ടുകളാണ്, വറുക്കാനുള്ളതാണ്. ഇതിനൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മീൻ കറി എന്തായി നോക്കട്ടെ. തിളച്ച് വറ്റി കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ മീൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. കാരണം ഞാൻ ഫസ്റ്റ് താളിച്ച് കൊട്ടിയതാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കാം. കറിവേപ്പില നല്ല ഉണങ്ങിയതാണ്. പച്ചയൊന്നും ഇവിടെ അങ്ങനെ വേഗം കിട്ടില്ല, ടൗണിൽ പോകണം. അതുകൊണ്ട് കുറച്ച് ഉണങ്ങിയ കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കും.
ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം.